ബഡ്ജറ്റിൽ കാശ് തന്നാലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വില കൂടിയെന്നിരിക്കും. ഇപ്പോ നമ്മുടെ ഒരു ഒട്ട കണവ നേരത്തെ എന്തോ കിട്ടിയേ? 4000 രൂപയ്ക്ക്. 4000. ഇപ്പൊ എന്ത് കിട്ടുന്നത്? 9000 ഉണ്ട്. 9000. അപ്പൊ നമുക്ക് വില കൂട്ടി കിട്ടിയില്ലേ? അപ്പൊ ഡീസലിന്റെ വില കൂടുമ്പോ നമ്മുടെ ഈ സാധനത്തിന്റെ വില കൂടുന്നുണ്ട്. അല്ലാതെ ചുമ്മാ എല്ലാ കാര്യത്തിനും സർക്കാരിന് ഇങ്ങനെ ഇരുന്ന് കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നീയാണോ കൊണ്ടു കൊടുക്കണം? 9000-ന് 4000 9000 ഒക്കെ മുതലാളിമാർക്ക്. അതിന് നിനക്ക് എത്ര കിട്ടും? 500 രൂപ. അതിന് നീ എത്ര വില കൊടുക്കണം? എടാ, ഡീസലിനും പെട്രോളിനും വില കൂടുമ്പോ നടുകൂടിയാണ് സാധാരണക്കാരായ നമ്മുടെ കൂട്ടത്തിലൊന്നും മുമ്പിക്കാതെ ചീട്ടിടും. മയില് ചീട്ടിട്ട മയിലേ, ഞാനാണോ ഇവിടെ ഡീസലിന്റെ വില കൂട്ടുന്നേ? அம்பு ரைட்ஸை பற்றி பேசினப்ப அவனுக்கு என்னாச்சுன்னு தெரியுமல்ல, மறந்துட்டியா? நண்டுவ அரெஸ்ட் பண்ண சொல்லி போராடினா இல்ல, அப்ப லத்தியால தானடா பதில் கிடைச்சது. தீர்மானம் எடுக்கிற அதிகாரம் அவங்கள்ட்ட தான் இருக்கு, நம்மகிட்ட இல்லை. തന്നതിന്റെ ഇരട്ടി ആ തർക്കൾ അവന്റെ അണ്ണാക്കിൽ ഇടിച്ചിറക്കിട്ടേ ഞാൻ ഇവിടെ നിന്ന് പറക്കത്തുള്ളൂ. പിന്നെ രാത്രി കാണുമ്പോഴൊക്കെ അവൻ എന്നെ ഓർത്തോളൂ. എടാ, നീയും കുറെ നാൾ ഞണ്ടിന്റെ കൂടെ കുണച്ചല്ലേ? അവസാനം അങ്ങേർക്കിട്ട് പണിയാൻ നോക്കിയപ്പോഴല്ലോ നിന്നെ രായ്ക്ക് രാമായണം പൊക്കി ജില്ലാ ജയിലിലോട്ട് ഇട്ടത്. എനിക്ക് പറയണ പലതും. വളയം പിടിക്കാൻ വന്നോ വളയം പിടിച്ചാ മതി. എന്റെ കോത്തിലോട്ട് വിരലേറ്റാൻ നിക്കല്ലേ നാറുവേ. വീട് കുമ്പാരി വീട്.